ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കദന നിവാരണ കനിവിന്നുദവി കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഭീഷണികളുടെ ആഴം നമുക്ക് ഗ്രഹിക്കാവുന്നതിലും അപ്പുറമാണ്. സംഭവബഹുലമായ 2023 കടന്നുപോയി. പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വെള്ളരിപ്രാവുകൾ പറക്കുന്ന ഒരു 2023 എൻ്റെയും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. സാധിക്കാത്ത രീതിയിലുള്ള വലിയൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം നമ്മളെ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിൻ്റെ നിതാന്ത ഉദാഹരണമാണ് ഈ 2017 ശേഷവും ഈ 2024 നമ്മൾ നിൽക്കുമ്പോഴും നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഒരു അചഞ്ചലമായിട്ടുള്ള ഒരു വികാരം. അതുകൊണ്ട് മാത്രമാണ് AVRA പോലുള്ള ഒരു സംഘടന അനുസ്മരിക്കാനും ഒക്കെയുള്ള ഒരു നല്ലൊരു സന്ദർഭമായിട്ട് ഇതിനെ മാറ്റണം. അതിനോടൊപ്പം തന്നെ ഒട്ടനവധി കലാപരിപാടികൾ ഇവിടെ കൾച്ചറൽ കമ്മിറ്റിയുടെ പേരിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിലും AVRയുടെ പേരിലും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്ത്. രാജീവ് സാർ നമ്മുടെ ബാങ്കിലെ ഒരു അംഗമായിരുന്നു, അതെല്ലാവർക്കും അറിയാമല്ലോ. രാജീവ് കുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ മനസ്സിൽ വരുന്നത്, എക്കാലത്തും എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ സഹസംവിധായകനായിട്ടാണ് അദ്ദേഹം ഒരുപക്ഷെ ആദ്യമായിട്ട് ഈ സിനിമാ മേഖലയിലേക്ക് പ്രവർത്തന രംഗത്തേക്ക് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, എൻ്റെ വ്യക്തിപരമായ പേരിൽ, AVRയുടെ എറണാകുളം മേഖലയുടെ പേരിൽ സ്വാഗതം അർപ്പിക്കുന്നു. ആത്മമായ സ്വാഗതം. ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ ക്രിസ്മസ് നവവത്സര കൂട്ടായ്മയുടെ ഒരു ദിവസമാണിന്ന്. നേരത്തെ നമ്പൂതിരി പറഞ്ഞതുപോലെ ഇന്നിവിടെ നമ്മുടെ ബാങ്ക് SBI മെർജ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടും ഏതാണ്ട് 7 വർഷമായിട്ടും ബാങ്ക് ഇല്ലാത്ത ഒരു റിട്ടയറി സംഘടന ഇത്രയും നല്ല രീതിയിൽ ശക്തമായ രീതിയിൽ തന്നെ ബാങ്കുള്ള പല റിട്ടയറീസിൻ്റെയും സംഘടനയേക്കാൾ മെച്ചമായിട്ടുള്ള രീതിയിൽ തന്നെ നിലനിൽക്കുന്നു എന്നതിൻ്റെ വലിയൊരു കാര്യമാണ്. പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിലും വലിയ കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെപ്പോലെയുള്ളവരും എത്തിച്ചേരാൻ കഴിയാതെയുള്ളവരുമായിട്ടുള്ള നമ്മുടെ അംഗങ്ങൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിനോടും അതുപോലെ തന്നെ നമ്മുടെ ഈ സംഘടനയോടുമുള്ള വിശ്വാസവും അതിനോടുള്ള താല്പര്യവും കൊണ്ടാണ്. അതുകൊണ്ട് ഈ 2024 എല്ലാവർക്കും, ഇവിടെ എത്തിയിട്ടുള്ളവർക്കും അല്ലാതെയുള്ളവരുമായിട്ടുള്ള നമ്മുടെ എല്ലാ മെമ്പർമാർക്കും കുടുംബാംഗങ്ങൾക്കും നല്ലൊരു വർഷമാവട്ടെ, നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് രാജീവിനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ജയശങ്കർ പറഞ്ഞത് നമുക്ക് ഇങ്ങനെ പുള്ളിയുടെ കസിനാണ് ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ നമ്മളുടെ തന്നെ ഒരു അംഗമായ രാജീവിനെ കിട്ടിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്.
ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ABRA ഒരുക്കിയ ക്രിസ്മസ് നവവത്സര ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ മുഖ്യാതിഥിയായി എത്തിച്ചേർന്ന അങ്ങേക്ക് ഹൃദയപൂർവ്വം അഭിവാദ്യങ്ങൾ. ചലച്ചിത്ര ലോകത്ത് ഉയർച്ചയുടെ പടവുകളിലൂടെ ഇനിയും ബഹുദൂരം സഞ്ചരിക്കാൻ അങ്ങേക്ക് ശേഷിയും ക്ഷേമഷിയും ഉണ്ടാകട്ടെ എന്ന ഹൃദയാശംസകൾ സദയം സ്വീകരിച്ചാലും അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. കൊല്ലം എൻ്റെ ഭൂരിപക്ഷ സമയവും ആലപ്പുഴയിലെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് 77 കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒന്നാമത് ചെയർമാൻ, എൻ്റെ പ്രസിഡന്റ് ചെയർമാൻ എന്ന് പറയുന്ന സുരേഷ് കുറുപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്ര മേള കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഇതിൽ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. അന്നാണ് ഞാൻ ആദ്യമായി ലോകത്ത് പ്രേം നസീറും സത്യനും ജയനും സുകുമാരനും ഒക്കെ അഭിനയിക്കുന്ന സിനിമയല്ലാതെ മറ്റൊരു തരം സിനിമയുണ്ട്. അതൊരു വളരെ വൈവിധ്യമുള്ള ഒരു എക്സ്പ്രഷനാണ്, അതൊരു കലയുടെ വേറുതരം ഇൻ്റർപ്രിട്ടേഷനാണ്, ഒരു എൻസെമ്പിളാണ് എന്നൊക്കെയുള്ളത് ബോധ്യപ്പെടുന്നത് ആ ഫെസ്റ്റിവലിൽ കുറോസോവ, ഫെലിനി, ഗൊദാർഡ് എന്നീ പ്രമുഖരായിട്ടുള്ള മാസ്റ്റർ ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമ കണ്ടതാണ്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും സ്വപ്നമായിരുന്ന ഒരു ഡോക്ടർ ആവാതിരിക്കാനുള്ള കാരണമായി ഇന്നിപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. ഏത് അച്ഛനും അമ്മയെ പോലെയും മൂത്ത മകൻ ഡോക്ടറും രണ്ടാമത്തെ മകൻ എഞ്ചിനീയർ ആവണം എന്നാണ് എൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 80കളുടെ ആദ്യം ആണ് ഞാനിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൽ മോണാക്ടിൽ നിരന്തരമായി ഒരു വിന്നറായിരുന്നു. ഈ മൃദംഗം പഠിച്ചിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് മ്യൂസിക്കൽ കാര്യങ്ങൾക്കൊക്കെ സമ്മാനം കിട്ടിയിരുന്നു. അങ്ങനെ അന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു യുവജനോത്സവത്തിന് മോഹമ്മ എന്ന സ്ഥലത്ത് എൻ്റെ സമ്മാനം കിട്ടിയവരുടെ ഈ പ്രകടനം പല സ്ഥലങ്ങളിൽ നടക്കുമായിരുന്നു. അന്ന് മുഹമ്മ ഒരു പരിപാടി അവതരിപ്പിച്ച് മോണാക്ട് അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് എൻ്റെ പിറ്റേ ദിവസം ആലപ്പുഴയിൽ നിന്ന് നവോദയ അപ്പച്ചൻ അദ്ദേഹം എന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നു. അപ്പോൾ മനസ്സിൽ സിനിമ ഭ്രാന്ത് കിടക്കുന്നത് കൊണ്ട് വിളിച്ചപ്പോൾ വളരെ എക്സൈറ്റ്മെൻറ്റിൽ വീട്ടിൽ പറയാതെ ഞാനും അന്ന് എൻ്റെ കൂടെ മിമിക്രി അവതരിപ്പിച്ച ഗോപാലകൃഷ്ണനും കൂടെ രഹസ്യമായി ആലപ്പുഴയ്ക്ക് പുറപ്പെടുകയും, അപ്പോൾ എന്നെ സത്യത്തിൽ അന്ന് വിളിച്ചിരുന്നത് അവർ അന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അന്ന് ഈ അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞുപോയി. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ കിട്ടിയ അവസരം അവരുടെ പ്രൊഡക്ഷൻ ഹൗസായിട്ടുള്ള നവോദയമായി സിനിമ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് അവരോട് പറയുകയും, അങ്ങനെ 81 മുതലാണ് ഞാൻ സിനിമ പഠിക്കാൻ എന്നുള്ള അർത്ഥത്തിൽ BSc സുവോളജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛനും അമ്മയും അറിയാതെ രഹസ്യമായി ആലപ്പുഴയ്ക്ക് രാവിലെ പുറപ്പെടും. പാതിരാത്രിക്കുള്ള വണ്ടിയിൽ കയറി തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെ കുറേ നാൾ 81കളിൽ ഞാനവിടെ നവോദയയിൽ പല സിനിമ പഠിക്കാനെന്നുള്ള ഇതിൽ ഒക്കെ ഉണ്ടായിരുന്നു. മകൻ എന്തായാലും ഡോക്ടറാവുന്നില്ല എന്നുള്ള പ്രശ്നം നിൽക്കുകയും എന്നാലൊരു ജോലി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ അത്യാവശ്യമാണ് എന്ന് തോന്നിയതിൻ്റെ ഒരു ഉൾപ്രേരണ കൊണ്ടാണ് ഈ ബാങ്കിലെ ടെസ്റ്റ് എഴുതാനുള്ള കാരണം. ബാങ്കിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചോ ഒരു ധാരണയില്ലാതെയാണ് ഞാൻ ഇതിൻ്റെ 2-3 ടെസ്റ്റുകൾ, അതായത് ജോലി അത്യാവശ്യമായിരുന്നു. ഈ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് വേറെ മര്യാദകളുണ്ടെന്നൊന്നും അന്ന് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ രാവിലെ കുളിച്ച് ഫ്രഷായി ഈ ജുബയും താടിയൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ ചെന്നത്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരു 6-7 പേര് എന്നോട് ഇൻ്റർവ്യൂ ബോർഡിലുണ്ട്. ഞാൻ എൻ്റെ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിൻ്റെ ഫയലാണ് ഏറ്റവും കൂടുതൽ 88 ഫയൽ ഈ സർട്ടിഫിക്കറ്റ്സുമായിട്ടാണ് ഞാൻ ചെല്ലുക. അപ്പോൾ ഇവർ ഇരിക്കാൻ പറഞ്ഞില്ല. അവൻ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞു, ഇയാൾക്ക് ഈ ജോലി കൊടുക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറേ സർട്ടിഫിക്കറ്റ് കാണുന്ന സ്ഥിതിക്ക് ഇയാൾ ബാങ്കിൽ നിൽക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കണം എന്ന് പുള്ളി മറ്റുള്ളവർ ചോദിക്കും. എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ശരി രാജീവ് കുമാർ, ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ഏതായാലും ഇൻ്റർവ്യൂ പരാജയപ്പെട്ടു എന്നുള്ള ഇതോടുകൂടി പുറത്തിറങ്ങിയെങ്കിലും ഭാഗ്യവശാൽ എൻ്റെ സെലക്ഷൻ കിട്ടുകയും എനിക്ക് കോട്ടയം മെയിൻ ബ്രാഞ്ചിലേക്കായിരുന്നു പോസ്റ്റിംഗ്. 82 ഡിസംബർ 17 കോട്ടയത്ത് വരുമ്പോൾ
ഇന്റർവ്യൂവിന് പോയ അതേ രീതിയിൽ കോട്ടയം മെയിൻ ബ്രാഞ്ചിലുള്ള ബഹുഭൂരിപക്ഷം സ്ത്രീകളായിരുന്നു അവിടെ. ഇവരെല്ലാം അന്തം വിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. കാര്യം ഞാനൊരു ജുബയൊക്കെ ഇട്ടതുപോലെ താടിയൊക്കെ വളർത്തി 19 പേരെങ്ങാണ്ടുണ്ടായിരുന്നു ആ ബാച്ചിൽ. അവരൊക്കെ വളരെ ബാങ്ക് ജീവിതത്തിന് വളരെ യോഗ്യരായിട്ടുള്ളവരും ഞാൻ അത്ര യോഗ്യതല്ലാത്ത ഒരാളുമാണെന്ന് അവിടെ നിന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ 17-ാം തീയതി വന്ന് ജോയിൻ ചെയ്ത് 10:30 മണിയായപ്പോൾ എനിക്ക് ആ മെയിൻ ഹാളിൽ ഒരു കോൾ വരുന്നു. ആ കോൾ തന്ന ഓഫീസറെ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ രാജീവ് കുമാറിന് ഒരു കോളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആ മെയിൻ ഹാളിൽ നിന്ന് കോൾ എടുക്കുമ്പോൾ നവോദയ അപ്പച്ചനായിരുന്നു. അപ്പോൾ അദ്ദേഹം കൺഗ്രാലേഷൻസ്, ബാങ്കിൽ ജോലി കിട്ടിയെന്ന് വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ താങ്കളുടെ സിനിമ മോഹങ്ങളൊക്കെ വെടിഞ്ഞു കാണുമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല സാർ, സിനിമ തന്നെയാണ് നമ്മുടെ സ്വപ്നം. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പുറപ്പെട്ട് ആലപ്പുഴയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അപ്പോൾ ഈ ആരോടാണ് ഇത് ചോദിക്കേണ്ടതെന്നുള്ള 17-ാം തീയതി പോകണോ. അങ്ങനെ 17-ാം തീയതി വൈകിട്ട് ഞാൻ ആലപ്പുഴയ്ക്ക് പുറപ്പെടുന്നു. ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ വീണ്ടും 3 ആഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അങ്ങനെ നിരന്തരം ലീവും എല്ലാ ലീവുകളുടെ അവസാനം ഇതേ സെന്റൻസ് എഴുതി സർവീസ് ഉള്ളിടത്തോളം കാലം വേറെ ബഹുമാനം കിട്ടിയിട്ടില്ല. പക്ഷെ സേതു സാർ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്ന് ചില എൻക്വയറികളുണ്ട്, മെമ്മോ വരാം, മറുപടി കൊടുക്കുക. പക്ഷെ അന്ന് പൊതുവെ ഈ സിനിമയ്ക്ക് പോയി എന്നുള്ളതുകൊണ്ട് സ്റ്റാഫുകൾക്കെല്ലാം എന്നോടൊരു മമത ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആകപ്പാടെ ചെയ്തിരുന്ന ഒരു ജോലി MMBP എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതായത് മനോരമയുടെ ബിൽ പർച്ചേസ്ഡ് എന്ന് പറയുന്ന സാധനം. അതെന്താണെന്ന് പറയുന്നത് ഒരു വലിയ ലെഡ്ജർ ചെക്കിന്റെ ഡ്രോയുടെ പേരായിരുന്നു, എമൗണ്ട് എഴുതണം. ഇതായിരുന്നു എനിക്ക് ആകപ്പാടെ തന്നിരുന്ന, വല്ലപ്പോഴും ചെല്ലുന്ന എനിക്ക് ഞാൻ ലീവ് റിസർവ് എന്നുള്ള കാറ്റഗറി പെടുന്ന ആളായതുകൊണ്ട് ഞാൻ ആകപ്പാടെ ബാങ്കിൽ ചെയ്തിരിക്കുന്ന ഒരു ജോലി MMBP. ഞാൻ പടിഞ്ഞാറക്കോട്ടയിൽ ഒരു വീട് വെച്ചു. അച്ഛനും അമ്മയും വളരെ പ്രൗഡായി മകൻ വെച്ച വീട്ടിൽ താമസം ഉറപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിനുള്ള കടപ്പാട് എന്ന് പറയുന്നത് ബാങ്കിൽ വരികയും സിനിമ, എൻ്റെ അച്ഛനും അമ്മയും സിനിമ പഠിക്കാൻ അനുവദിക്കാത്ത എന്നെ താൻ പോയി സിനിമ പഠിച്ചോളൂ എന്ന് പറഞ്ഞതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്. അത് കഴിഞ്ഞ് അത്യാവശ്യം ഒരു വീടൊക്കെ വയ്ക്കാൻ ലോൺ തന്നതും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറാണ്. അപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായി 89-ൽ ഞാൻ എൻ്റെ ആദ്യ സിനിമ കമലഹാസനെ നായകനാക്കി ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് ശ്രീനിവാസ് സാർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ രാജീവ്, ഒരു ലെറ്റർ തരൂ, ഞാൻ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിക്കാം. അങ്ങനെ 89-ൽ ചാണക്യൻ എന്ന സിനിമ ചെയ്യുവാനായി എനിക്കന്ന് ഒഫീഷ്യലായിട്ട് 3 മാസത്തെ അവധി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ മാനേജ്മെൻറ്റ് തന്നു എന്നുള്ളതാണ്. ഒരു ബാങ്കിങ് ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ശ്രീനിവാസ് സാറിൻ്റെ ഒരു ഇനിഷ്യേറ്റീവിലാണ് അത് സംഭവിച്ചത്. ഞാൻ അതിനുശേഷം ബാങ്ക് പോകുന്നിടം വരെ എൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയൊരു വലിയ ടൈറ്റിൽ ഞാൻ എപ്പോഴും കൊടുക്കുമായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്. അങ്ങനെ 89-ൽ ഞാൻ സംവിധായകനായി. പിന്നീട് ഞാൻ ബാങ്കിൽ തീരെ പോയിട്ടില്ല. 91-ൽ ഈ എൻ്റെ ആബ്സെൻസ് ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം തരുന്നു എന്ന് ഒരു തോന്നലുണ്ടാവണ്ട എന്ന് വെച്ചിട്ടാണ് 91-ൽ ഞാൻ രാജിക്കത്ത് എഴുതി കൊടുത്ത് ബാങ്കിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നുള്ളതാണ് ബാങ്കിങ് ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഈ ബാങ്ക് ജീവിതം ഒരു പക്ഷേ ഞാനെന്ന സംവിധായകൻ എൻ്റെ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എനിക്ക് പാകപ്പെടാൻ ചിലപ്പോൾ ചില തടസ്സം ഉണ്ടായിരുന്നിരിക്കാമെന്ന് ഞാനിപ്പോൾ പലപ്പോഴും ആലോചിക്കുമ്പോൾ ബാങ്കിലെ ചില നല്ല മനുഷ്യർ, നല്ല സുഹൃത്തുക്കൾ, ഇവർ തന്നിരുന്ന ഒരു മനോബലം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ എന്ത് മണ്ടത്തരമാണോ ഇയാൾ ചെയ്യുന്നത് എന്ന് ഒരാൾ പോലും എന്നോട് ചോദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ബാങ്ക് പോലെയുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ഇങ്ങനെ ഒരു പാഷന്റെ പുറത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ എന്നെപ്പോലുള്ളവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഫ്രീഡം എല്ലാ ദിവസവും വളരെ എക്സൈറ്റിങ്ങും, എല്ലാ ദിവസവും ഒരു പുതിയ ദിവസവും, എല്ലാ ദിവസവും ആദ്യ ദിവസം പോലെ തന്നെ ചലഞ്ചിങ്ങും ആണ് എന്നുള്ളതാണ് സത്യത്തിൽ ഒരു മിഷൻ എന്ന നിലയ്ക്ക് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫേസ്. ഏറ്റവും നല്ല ഫേസ് കഴിഞ്ഞു എന്ന് വിചാരിക്കാതെ ഇനിയുള്ള ജീവിതത്തോട് പൊരുത്തപ്പെടാൻ തീരുമാനിക്കാതിരുന്നാൽ, അതല്ല എനിക്കിനിയും
എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനങ്ങനെ ഒരിടത്തും പൊരുത്തപ്പെടേണ്ട ആളല്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ സംഘടനകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിരുന്നത് വളരെ നല്ല കാര്യമാണ് ഈ കൂട്ടായ്മ. പക്ഷെ കൂട്ടായ്മയിൽ ഒരു മരണഭയമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കല്ല പ്രയോറിറ്റി വേണ്ടത്. മറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള, അത് എല്ലാം ക്രിയേറ്റിവിറ്റി വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. എന്തും നമുക്ക് ഫിസിക്കലി മെൻ്റലി ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ ലൈഫ് എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇന്നിവിടെ വരാൻ കഴിഞ്ഞതിലും എന്നെ ഇങ്ങനെ വിളിച്ചതിൽ സന്തോഷം. അങ്ങനെ എല്ലാ ദിവസവും സന്തോഷമാണ്. ഞാൻ ഇന്നിവിടെ വരുന്നത് പൂർണ്ണ സന്തോഷത്തോടെയാണ്. അങ്ങനെ എന്നെ വിളിച്ചതിൽ, ഈ ദിവസം മനോഹരമായതിൽ സ്നേഹം, സന്തോഷം. താങ്ക് യു. തീർച്ചയായിട്ടും അങ്ങയുടെ ഒരു ജീവിത രേഖയാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഒരു ചലച്ചിത്രം എന്ന പോലെ തന്നെ തീർച്ചയായിട്ടും അങ്ങയുടെ വളരെ പ്രചോദനാത്മകമായിട്ടുള്ള ഈ ഒരു സംഭാഷണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ജീവിതരേഖ വിശദീകരിച്ചതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ എല്ലാവരുടെയും പേരിൽ നന്ദി പറയുന്നു. ഇനിയും അങ്ങയുടെ ജീവിതം ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ടി.കെ. രാജീവ് കുമാർ, അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് ഈ പറയണം. കാരണം അദ്ദേഹം ഇവിടെ നടത്തിയ ആ ഒരു സുലഭമായ ഒരു പ്രസംഗം, അതിൽ ചില കാര്യങ്ങൾ എന്നെയും കൂടി ബാധിക്കാനായതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രാജീവ് എന്ത് കുസൃതി കാണിച്ചാലും എനിക്ക് ഒരെണ്ണം കിട്ടണം അടി. എന്തിനാന്ന് എനിക്കറിയില്ല ഇപ്പോഴും. പക്ഷെ രാജീവ് ചെയ്യുമ്പോൾ രാജീവിനെ ഈ പേരുടെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ കൈ റെഡിയാക്കും. ഓർമ്മ എനിക്കുണ്ട്, ഉറപ്പാണ്. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ തന്നെ കൂടുതൽ ബുദ്ധി പ്രകടിപ്പിച്ചിരുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം വന്നു, നമുക്ക് വേണ്ടി നല്ലൊരു പ്രസംഗം നിർവഹിച്ചു. അദ്ദേഹത്തിന് വേണ്ടിയുള്ള നന്ദി പ്രകടനം എങ്ങനെ നടത്താമെന്ന് എനിക്കറിയില്ല. എന്നാലും എൻ്റെ സഹോദരനും കളിക്കൂട്ടുകാരനുമായ രാജീവിനോട് എല്ലാവിധ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വേദിയിലേക്ക് വരികയും സന്നിഹിത രാജപാടി വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ മനസ്സിലും കാണിക്കുന്ന നിങ്ങളെല്ലാവരോടും ഉള്ള നന്ദി